എൻ്റെ കൂടെ നിങ്ങളും വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതിമനോഹരമായ ഒരുപാട് കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇന്ന് കേരള സമാജം ഉൽവേനോട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കേരള സമാജം ഉൽവേനോടിൻ്റെ ഹൃദയം പൊന്നോണം 2024 നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ വേദിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് കലാപരിപാടികൾ അവസാനിക്കുന്നത് വരെ ഈ വേദിയുടെ മുന്നിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാകും. ആ ഊർജ്ജം അവസാനിക്കുന്നത് വരെ, ഈ കലാപരിപാടികൾ അവസാനിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ഹൃദയം പൊന്നോണം കേരള സമാജം ഉൽവേനോടിൻ്റെ 2024 ഹൃദയം പൊന്നോണം ഇന്ന് ഇവിടെ മനോഹരമായിട്ട് ആരംഭിക്കുകയാണ്. ആദ്യമായി കലാപരിപാടികളോടുകൂടി നമ്മൾ വേദിയിൽ ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു. നിരവധി ചേരുവകളുണ്ട് ഇന്നത്തെ ഓണാഘോഷത്തിന്. തീർച്ചയായും മഹാബലി തമ്പുരാൻ്റെ എഴുന്നള്ളത്ത് നമ്മൾ കണ്ടു. ഓണത്തിന് മറ്റെന്തൊക്കെ ചേരുവകൾ വേണമോ അതെല്ലാം ഇന്നുണ്ട്. അതുപോലെ തന്നെ HSC SSC കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. പരമായ സംഘഗാനം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കും. അപ്പോൾ ആദ്യത്തെ ഒരാർപ്പ് വിളി എൻ്റെ കൂടെ വിളിക്കില്ലേ? ആർപ്പ് വിളിക്കില്ലേ? ഓക്കെ, ആർപ്പ്. വേദിയിലേക്ക് മനോഹരമായ ഒരു സംഘഗാനത്തിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യ സഞ്ജു, അബ്രിയന ദാസ്, ആരാധ്യ മനോജ്, ലുവാൻ അനീഷ്, സാത്വിക ശ്രീജിത്ത്, അരവിന്ദ് മനോജ്, ബിലാൽ, റിഫായ് അലി, സർഫറസ് സിദ്ദീഖ്. തകപ്പെട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകൾ പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന
കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേളി സദനമാമൻ കേരളം പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേടുണർ പുന്നല്ലൻ പാടത്തിലൂടെ പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേടുണർ പുന്നല്ലൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യതേറുതേറും മാനസപ്പൂക്കളങ്ങളാടും ആടും കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേളി സദനമാമൻ കേരളം കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുന്ന സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്ന നിറവയറൂണിൻ്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിറവൊരുമുണരുന്നു സംഗീതം സംഗീതം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ നന്ദി ഒരു പിശുക്കും കാണിക്കാതെ ഒരു നിറഞ്ഞ കൈയടി തീർച്ചയായിട്ടും ഈ കുരുന്നുകൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മാമലകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അവിടെ എനിക്ക് നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആ നാട് കേളി കദംബം പൂക്കുന്ന ആ നാട്ടിൽ എന്താണ് പൂവണി പൊന്നും ചിങ്ങത്തിൽ മാവേലി എത്തുന്ന നാടാണത്. അവിടെ പൂവേ പൊലി. അത് കഴിഞ്ഞത് വളരെ മനോഹരമായി കൊണ്ടുവന്ന ONVയുടെ ഏറ്റവും പ്രിയപ്പെട്ട കവിതയിൽ എത്ര സുന്ദരം എൻ്റെ മലയാളം കൊച്ചു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ.
ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് മലയാളത്തെ മറുനാട്ടിലേക്ക് കൊണ്ടുവരിക. മലയാളം മിഷൻ്റെ മലയാളം ക്ലാസ്സിലെ കേരള സമാജം ഉൽവേനോടിലെ മലയാളം ക്ലാസ്സിലെ കുട്ടികളാണ് മറുനാട്ടിൽ ഇന്ന് ഈ മലയാളത്തെ മുന്നോട്ട് നയിക്കുന്ന പുതിയ ചാലകശക്തിയായി നിങ്ങളുടെ മുന്നിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ അഭിമാനമൊന്നും ഒരു പ്രവാസിക്കും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മറുനാട്ടിൽ നമ്മൾ അനാഥരല്ല സനാഥരാണ് എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ. ഓണം എന്നാൽ തന്നെ അതാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുരുന്നുകൾക്ക് വീണ്ടും ഒരു നല്ല കൈയടിയൊപ്പം അവർ ഈ മനോഹരമായ സംഘഗാനത്തിന് തയ്യാറെടുപ്പിച്ച പ്രിയ ഗുരു മിനി അനിൽ പ്രകാശിനും നല്ലൊരു കൈയടിയാവാം. അടുത്തതായി വേദി ഒരു സിനിമാറ്റിക് ഡാൻസാണ്. ക്ഷമിക്കണം, ഞാൻ വേദിയിലേക്ക് കയറുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ സംസാരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. അടുത്തതായി വേദിയിൽ സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസസ് ആണ്. 2 പെർഫോമൻസ് ആണ്. അതിനിടയിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകില്ല. സീനിയർ ജൂനിയർ വിഭാഗത്തിലുള്ള 2 വിഭാഗത്തിലുള്ള കുട്ടികളും നിങ്ങളുടെ മുന്നിൽ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കും. മനോഹരമായ ചടുലമായ നൃത്ത ചുവടുകളുള്ള ഗംഭീരമായൊരു പെർഫോമൻസ് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ജൂനിയർ വിഭാഗത്തിൽ വേദിയിലെത്തുക നോറ ജോസി, ഫ്രെഡിൻ ദാസ്, ശ്ലോക് നമ്പ്യാർ, റിൻഷ, റൂബൻ ബെനൽ, റയാൻ ബെനൽ, മുഹമ്മദ് റയാൻ, അനൈക സുനിൽ, റയാൻഷ് റിനേഷ്, വിയോൺ അനീഷ് സാമുവൽ, സർഫറോസ് സിദ്ദിഖ് എന്നിവരാണെങ്കിൽ സീനിയർ വിഭാഗത്തിൽ വേദിയിലെത്തുക നിയ ജോസി, വൈഭവ് വെന്നിക്കൽ, അലോന അജി, ലുവാൻ അന്ന അനീഷ്, മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് നിഹാൽ, ഇഷാൻ അലി, റിഫായ് അലി എന്നിവരാണ്. 2 വ്യത്യസ്ത സിനിമാറ്റിക് പെർഫോമൻസുകൾ. നേരത്തെ പറഞ്ഞ കൊച്ചു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂലിൽ ബന്ധിപ്പിച്ചതുപോലെ ഈ വേദിയിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായി നിങ്ങളുടെ മുന്നിൽ 2 ഇതളുകളായി വിരിയും. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ കലാകാരന്മാരെ മനോഹരമായ സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസിലേക്ക് സ്വാഗതം ചെയ്യാം. सलीका जो तेरे ही ब्रेकअप में दिल ने तेरे गिव अप कर दिया। एक बार ही किया तो यार प्यार क्या किया, एक बार ही किया तो यार प्यार क्या किया। प्यार होता 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 कई बार है, सिर्फ एक पे किया तो दिल निसार क्या किया, सिर्फ एक पे किया तो दिल निसार क्या किया। प्यार होता 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 कई बार है, प्यार होता 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 कई बार है। Let go किथे गई आए मेरे दिल दी शॉरी, oh my god oh लगती हॉरी, मैनू ही ओ कर गई नॉरी, पर किल करना उसकी हॉबी।
searching for this fine shorty. In my world, the number one hottie. Everywhere she make him go crazy. पर kill करना उसकी hobby. मैं तो लाख बुरा हूँ, नींद चुरा लूँ, होश उड़ा दूँ। मैं तो बाहों में लेकर राह बुला दूँ, बात बना दूँ। चाहे जहाँ है दिल को छुपा, बातों ही बातों में दो मुलाकातों में ले लूँ। बचना ऐ हसीनों, दो मैं आ गया। ये बचना ऐ हसीनों, लो मैं आ गया। हुस्न का आशिक, हुस्न का दुश्मन, अपनी अदा है यारों से जुदा। നമുക്കറിയാം, നമ്മൾ മുതിരും തോറും വലുതാവും തോറും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി നിഷ്കളങ്കതയാണ്. ഒരുപക്ഷെ നമ്മളിലേക്ക് നിഷ്കളങ്കതയെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ വഴി കുട്ടികളുടെ ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാണുക എന്നുള്ളത്. അതിലും വലിയ നിഷ്കളങ്കത നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വലിയൊരു കയ്യടി അതിമനോഹരമായ പെർഫോമൻസസിന്. ഒപ്പം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദ വണ്ടർഫുൾ കോറിയോഗ്രാഫർ മിസ്റ്റർ പ്രതീക് ഭേംഗ്ര ഹു പ്രിപ്പയർഡ് ദീസ് കിഡ്സ് ഫോർ ദിസ് വണ്ടർഫുൾ ഡാൻസ് പെർഫോമൻസ്. വൺസ് അഗെയിൻ നല്ലൊരു കയ്യടി. അടുത്തതും ഈ വേദിയിലേക്ക് എത്തുന്നത് മനോഹരമായ ഡാൻസ് പെർഫോമൻസ് തന്നെയാണ്. ഇതുപോലെ തന്നെ രണ്ട് ഇതളുകളായി നിങ്ങളുടെ മുന്നിൽ വിരിയുന്ന രണ്ട് വ്യത്യസ്ത ഡാൻസ് പെർഫോമൻസസ് ആണ്. കലാമണ്ഡലം ശ്രീലക്ഷ്മി ടീച്ചറുടെ ശിക്ഷണത്തിലുള്ള കുട്ടികൾ ഇവിടെ നമ്മുടെ മുന്നിൽ രണ്ട് ഡാൻസ് പെർഫോമൻസസുമായി എത്തുന്നു. ജൂനിയർ സീനിയർ വിഭാഗത്തിൽ തന്നെയാണ് ഈ കുട്ടികളും വേദിയിലേക്ക് എത്തുന്നത്. ആദ്യം ജൂനിയർ വിഭാഗം വരും. അതിൽ ഉൾപ്പെടുന്ന കുട്ടികൾ സാൻവി സൂരജ്, സാധ്വി സൂരജ്, സാത്വിക ശ്രീജിത്ത്, ആരാധ്യ മനോജ്, ആദ്യ സഞ്ജു, അഞ്ജലി അശ്വതീഷ്, അനഘ, കീർത്തന പിള്ളൈ, ഐറിന ആദർശ് എന്നിവരാണ്. അതിനുശേഷം തുടർച്ചയായി സീനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾ വരും. അബ്രീന ദാസ്, ഇസ രാജേഷ്, ശ്രുതി സന്തോഷ്, അരവിന്ദ് മനോജ്. ഈ കുട്ടികൾക്ക് വളരെ നല്ലൊരു കയ്യടി കൊടുക്കാം.
നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ ശവച്ചോരാട്ടപ്പുലി ഇതയൊന്നൊരുക്കും തന്റെ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സമ്പത്ത് മതയാനെ കരുത്തിടും കരുത്ത് ഇവനെ പടച്ചിട്ട് കടമുണ്ട് మంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోతు నిండు రాత్రి సొగ్గులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల మల్లె పందిరి రచ్చరాజు గుండె ఊపిరి నీ పంక చూస్తే గుండెలోన డిరి 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 కుర్చీని మార్చబెట్టి ఏం రసిక రాజు ఓ మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఏం రసిక రాజు ఓ మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి కుర్చీని మార్చబెట్టి
അട്ടിപ്പൊളി. താങ്ക് യു വൺസ് അഗൈൻ. നല്ലൊരു ഗൈഡ് കൊടുക്കാം നമുക്ക് അവർക്ക്. അടുത്തത് വീണ്ടും വേദിയിലൊരു ഫ്യൂഷൻ ഡാൻസാണ്. മലയാളം, തെലുങ്ക്, ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു മനോഹരമായ ചടുലമായ ഒരു ഡാൻസ് പെർഫോമൻസ്. അതിനെ വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫുഡ് കൂപ്പൺസ്, അതുപോലെ തന്നെ ഇതുവരെ സമാജത്തിൽ കേരള സമാജം ഉൽവേനോട്ടിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന മെമ്പർഷിപ്പ് ഫോംസ്, അതുപോലെ തന്നെ സമാജത്തിൻ്റെ ID കാർഡ് ഇനിയും കളക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെയും ഈ വേദിക്ക് പുറകിൽ സെറ്റ് ചെയ്തിട്ടുള്ള കൗണ്ടറിൽ ലഭ്യമാണ്. ഡൊണേഷൻസ്, മെമ്പർഷിപ്പ് ഫോം, സമാജം ID കാർഡ്, ഇതിനെല്ലാം നിങ്ങളെല്ലാവരും ദയവായി കൗണ്ടറിനെ പരമാവധി ഉപയോഗിക്കുക എന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉൽവേ നിവാസികൾക്കറിയാം, ഒരുപക്ഷെ ഉൽവേയിൽ ബാമൺഡോങ്ക്രി, ഖാർക്കോപ്പർ എന്നീ 2 റെയിൽവേ സ്റ്റേഷൻസ് ഉള്ള സമയം മുതലുള്ള അതേ ടൈമിംഗ്, അതേ ഫ്രീക്വൻസിയിലാണ് ഇന്ന് ആ ലൈൻ ഉടൻ വരെ എക്സ്റ്റെൻഡ് ആയതിനു ശേഷവും വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഉപയോഗിക്കുന്ന ഉൽവേ നിവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനായി ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ, ഒരു സാമൂഹിക സംഘടന എന്നുള്ള നിലയിൽ കേരള സമാജം ഉൽവേനോട് വളരെ സജീവമായി അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവട് കൂടി ഇന്ന് ഈ ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള മലയാളികൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പെറ്റീഷൻ, കേരള സമാജം ഉൽവേനോട് നൽകാൻ ഉദ്ദേശിക്കുന്ന പെറ്റീഷനിൽ നിങ്ങളുടെ ഒപ്പുകൾ നൽകിക്കൊണ്ട് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ഒരു ആദ്യ ചുവട് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ ഒരു സാംസ്കാരിക സംഘടന അതിൻ്റെ അംഗങ്ങളുടെ ബാഹുല്യം കൊണ്ട് തന്നെയാണ് അത് വലുതായി വളരുന്നതും അതുവഴി തന്നെയാണ് അവർ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നതും. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും ഒപ്പ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ മലയാളികളും ആ ഒപ്പുശേഖരണത്തിൽ വളരെ സജീവമായി പങ്കെടുക്കണം എന്നുകൂടി വളരെ താഴ്മയായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. വേദിയിലെത്തുന്നു ഹിരൺമയി മോഹൻ, ഹരപ്രിയ മോഹൻ. രണ്ടുപേരെയും നല്ലൊരു കയ്യടിയോടുകൂടി നർത്തകികൾ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणाम्बुरासी धीं तारा धीं धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नामशतं मूल नकुलतो नापैननी चुकुआ बेला नालो
ഉണ്ടായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിലേക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും पर खोला के है इश्क I've come so far from where I began. It's the sound of the waves, the breeze on my skin. Wish that I could be back in my homeland, singing show me the road and I'll be right there. I'd do anything to feel the wind in my hair. I'd go far as it takes and I won't even care. I'll sing കൊച്ചു പെണ്ണെ കുയിലാണി കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ കഴിയുമ്പോഴുള്ള നിശബ്ദത വല്ലാതെ അലോസരപ്പെടുത്തുന്നു. എനിക്കൊന്ന് നല്ലൊരു കൈയടി കൊടുക്കാം. മനോഹരമായ ഒരുപാട് പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഇനിയും നിരവധി മനോഹരമായ കലാപരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നു വേദിയിൽ. അതിനു മുമ്പ് സാംസ്കാരിക പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി വേദിയിൽ ഔപചാരികമായ ഉദ്ഘാടനവും ഫെലിസിറ്റേഷൻസുമാണ് നടക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ സമാജത്തിൻ്റെ സമാദരണീയരായ ഓഫീസ് ബെയറേഴ്സിനെ ക്ഷണിക്കുകയാണ്. ശ്രീ പ്രതീഷ് സക്കറിയ, പ്രസിഡന്റ് കേരള സമാജം ഉൽവേനോട്, ശ്രീ അലി മുഹമ്മദ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഷൈജ ബിജു ഭാസി, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ പി എൻ മോഹനൻ, ട്രഷറർ ഹനി വെന്നിക്കൽ, ജോയിൻറ്റ് ട്രഷറർ സഞ്ജോയ് വർഗീസ് എന്നിവരെ ആദരപൂർവ്വം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയുടെ ഹൃദ്യം പൊന്നോണം 2024 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാദരം ക്ഷണിക്കുകയാണ്.
എഴുന്നള്ളത്തും ചെണ്ടമേളവും അതിനുശേഷം അതിനെ തുടർന്ന് മനോഹരമായ കലാവതരണങ്ങളും നമ്മുടെ വേദിയിൽ ആരംഭിച്ചു കഴിഞ്ഞു എങ്കിലും ഔപചാരികമായി ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അറിയിക്കുന്നതിനായി ഞാൻ പ്രസിഡന്റ് ശ്രീ പ്രതീഷ് സക്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഔപചാരികമായി ഹൃദ്യം പൊന്നോണം 2024 നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതിന്. നമസ്കാരം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ആരുടെയും ഒരു റെസ്പോൺസ് കാണുന്നില്ല. ഉണ്ടല്ലോ, ഓക്കെ. എല്ലാവർക്കും എന്തായാലും ഓണം കഴിഞ്ഞു. എന്നാലും ഹാപ്പി ഓണം തിരിച്ചും പറയാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കേരള സമാജം ഉൽവേനോടിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായി തന്നെ നമുക്കറിയാം ഓണം കഴിഞ്ഞിട്ട് ഇച്ചിരി ദിവസങ്ങളായി. പക്ഷേ അത് കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ വരാൻ കഴിച്ചത് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ ചോദിക്കും, ഈ ഓണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം എന്ന്. അപ്പോൾ നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ആൾക്കാരെ കാണാം. വീട്ടിലല്ല, സമൂഹത്തിലാണ് നമുക്കത് ഓണം നടത്തേണ്ടത്. അപ്പോൾ ഒത്തിരി പേരെ കാണാൻ കഴിയും. നമ്മുടെ വീട്ടിൽ നമ്മൾ 4 പേര് അല്ലെങ്കിൽ 8 പേര് അടുത്തുള്ള വീട്ടുകാരെയും വിളിക്കുക, കാര്യം കഴിയും. പക്ഷേ ഇവിടെ ഇത്രയും ഒരു ആൾക്കാരെ കാണുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം. അതേപോലെ ഓരോ ദിവസങ്ങളും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേരള സമാജത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ നമ്മുടെ ഏവരുടെയും വിജയം ഞങ്ങളത് കരുതുന്നു. ഇനി മുന്നോട്ട് ഇതേപോലെ ഇതുവരെ നിങ്ങൾ സഹകരിച്ച പോലെ തന്നെ മുന്നോട്ട് ഇതേപോലെ സഹകരിക്കുക. ഇച്ചിരി കസേരകളൊക്കെ കാലിയുണ്ട്, അതും നമുക്കൊന്ന് നിറയ്ക്കണം. അതിനുവേണ്ടി കമ്മിറ്റികളെ തിരഞ്ഞെടുക്കപ്പെട്ടു, ശരിയാണ്. പക്ഷേ അവരുടെ മാത്രം ഉത്തരവാദിത്വം ആവാൻ പാടില്ല. നമുക്ക് അല്ലേ, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അറിയാവുന്ന 4 മലയാളി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അഭിമാനത്തിന് കാരണമാണ് അല്ലേ? സന്തോഷത്തിന് കാരണമാണ്. വെളി ചെല്ലുമ്പോൾ എല്ലാ മലയാളികൾക്കും അറിയാം. അതിപ്പോൾ കമ്മിറ്റിക്കാരെ മാത്രം അറിയണമെന്ന് ഒരുങ്ങുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അതുകൊണ്ടാണ് സമാജങ്ങൾ വളരുന്നത്. അങ്ങനെ അവരല്ലേ, മാൻ ഇസ് എ സോഷ്യൽ മാൻ, വെരി ക്ലിയർ, സോഷ്യൽ ആനിമലാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ ലൈഫ് വേണം. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ 4 മൂലകളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അത് സമൂഹത്തിന്, കാരണം എന്നെക്കൊണ്ട് ചിലത് കഴിയും, പക്ഷെ നമ്മളെക്കൊണ്ട് പലതും നേടാൻ കഴിയും. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും ഒന്നിച്ച് കേരള സമാജത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതുവരെ നിങ്ങൾ കാണിച്ച സഹകരണം മുന്നോട്ടും തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്പീച്ച് രേഖപ്പെടുത്തുന്നു. താങ്ക് യു പ്രതീഷ്. ഓണം കഴിഞ്ഞും അടുത്ത ഓണം വരെ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓണം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തുടർച്ചയാണ്, അത് സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കാണ്. അതിങ്ങനെ അനുസ്യൂതം തുടരട്ടെ, നമ്മളിങ്ങനെ നിരന്തരം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതിലും വലിയ ഭാഗ്യം എന്താണ്? വളരെ കൃത്യമായി പ്രതീക്ഷ സൂചിപ്പിച്ചു, ഒരു സംഘടനയുടെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി, സമൂഹത്തിന് നമ്മൾ എന്ത് തിരിച്ചു നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കൃത്യമായി അടയാളപ്പെടുത്തി സംസാരിച്ചതിന്, സ്വാഗതം അറിയിച്ചതിന് നന്ദി പ്രതീഷ്. അടുത്തതായി കേരള സമാജം ഉൽവേനോടിൻ്റെ പ്രവർത്തനത്തിൻ്റെ നാൾവഴികളിലൂടെ നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ സമാജത്തിൻ്റെ ആദരണീയയായ ജനറൽ സെക്രട്ടറി ഷൈജ ബിജു ഭാസിയെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമാജത്തെക്കുറിച്ച് സംസാരിക്കാനും ഒപ്പം നിങ്ങളോട് ഈ ഓണത്തെക്കുറിച്ച് സംസാരിക്കാനും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്, ഞങ്ങൾക്ക് മാർഗദീപങ്ങൾ. നിങ്ങളുടെ സഹകരണമാണ് ഇന്ന് ഈ വേദിയിൽ, ഈ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് ഉൽവേ സമാജത്തിന് സാധിക്കുന്നത്. നമ്മുടെ അയൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെയായ സീവുഡ് സമാജത്തിൽ നിന്നെത്തിയ രാജീവ്, നന്ദേട്ടൻ, ലൈജി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായ ലൈജി സാറിൻ്റെ പേര് പത്മ സാർ, എല്ലാവർക്കും പ്രതീക്ഷ സ്വാഗതം പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമാജം വളരെ കുറച്ച് സമയം കൊണ്ട് ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വ്യക്തി എന്നതിലപ്പുറം ഒരു കൂട്ടായ പ്രവർത്തനമാണ് സമാജങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന സത്യം വ്യക്തമായതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ സമാജം പലയിടങ്ങളിലും മുന്നിൽ തന്നെ എടുത്തു പറയേണ്ടി വരുന്നത്. പലരും വ്യക്തിപരമായി വിളിച്ചും മെസ്സേജുകൾ അയച്ചും അല്ലെങ്കിൽ അവരുടെ സമാജങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ
നമ്മളെ ഉൽവേ സമാജത്തിനെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉൽവേ നിവാസികൾ എന്ന നിലയിൽ അഭിമാനിക്കാം. അത് നമ്മുടെ വിജയമാണ്, നമ്മുടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ വിജയമാണ്. ഇനി നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താം. എല്ലാ മാസവും ഓരോ ആക്ടിവിറ്റിയെങ്കിലും നടത്താനായിട്ട് നമ്മൾ ഉൽവേ സമാജം ശ്രമിക്കാറുണ്ട്. പരമാവധി അത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് അഭിമാനിക്കാവുന്ന ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വനിതാ വിഭാഗമാണ്. എന്നും എന്ത് കാര്യത്തിനും കമ്മിറ്റിയോടൊപ്പം ഒരു പടി മുന്നിലായി നിന്ന് പ്രവർത്തിക്കുന്ന വനിതാ വിഭാഗമാണ് നമ്മുടെ കരുത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ ശക്തിയാണ് സ്ത്രീ ശക്തി, അല്ലെങ്കിൽ ഈ ശക്തിയാണ് ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് പ്രചോദനം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ കൂട്ടായ പ്രവർത്തനം എന്നും നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. അതുപോലെ നമുക്ക് ഒരു യൂത്ത് വിങ് ഉണ്ട്, നമുക്ക് സ്പോർട്സ് കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റുകൾ നമ്മൾ സ്പോർട്സ് ഡേ നമ്മൾ നടത്താറുണ്ട്. ഫുട്ബോൾ ടീമുണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീം നമ്മുടെ ഉൽവയുടെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം തന്നെ നമുക്കുണ്ട്. പലയിടത്തും അവർ KSUവിന് വേണ്ടി അല്ലെങ്കിൽ ഉൽവേ സമാജത്തിന് വേണ്ടി അവരുടെ പ്രകടനം കാഴ്ചവെക്കുകയും ട്രോഫികൾ കരസ്ഥമാക്കുകയും ചെയ്തു വരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രത്യേക കയ്യടി. നമ്മുടെ മക്കളെ മാതൃഭാഷയായ മലയാളം പഠിപ്പിക്കാനായിട്ട് നമ്മളൊരു മലയാളം ക്ലാസ് നടത്തുന്നുണ്ട്. മലയാളം മിഷൻ്റെ ടീച്ചറായ ശ്രീമതി മിനി അനിൽ പ്രകാശാണ് 3 ബാച്ചുകളായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ സമാജത്തിന് വേണ്ടി നടത്തി വരുന്നത്. ഇനിയും കുട്ടികളെ മലയാളം പഠിപ്പിക്കുവാനും കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ എന്നേക്കാൾ താഴെയുള്ള നമ്മുടെ മക്കൾ പലരും മലയാളം പറയാൻ മടിച്ചിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമ്മൾ മടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾ മലയാളം പറയാൻ ആഗ്രഹിക്കുകയും മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് വളരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഓരോ കുഞ്ഞുമക്കളെയും മലയാളം പഠിപ്പിക്കാനായിട്ട് നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 3 ബാച്ചുകളായിട്ട് നമുക്ക് മലയാളം ക്ലാസ് ഉണ്ട്. ഒരാളും അത് മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ കാരണം ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം നമ്മുടെ സമാജത്തിൽ വരികയും ഞങ്ങളോട് പറയുകയും ഉണ്ടായിരുന്നു, അവരൊരു മലയാളിയാണ്, പക്ഷേ അവരുടെ അച്ഛൻ അവരെ മലയാളം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മലയാളികളുടെ ഇടയിൽ പോയാൽ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവരുടെ ആഗ്രഹം ഇന്ന് നമ്മുടെ മലയാളം സമാജം മലയാളം ക്ലാസ് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ മക്കളെ മലയാളം പഠിപ്പിക്കാൻ, അവർക്കറിയാത്ത മലയാളം എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ അടുത്തെത്തി. വളരെ പ്രയാസമാണ് മിനി ടീച്ചർക്കത്, കാരണം വീട്ടിൽ പോലും മലയാളം സംസാരിക്കാത്തവരാണ്. അപ്പോൾ ടീച്ചർക്കതൊരു വലിയ സമയമെടുക്കും അവരെ പഠിപ്പിച്ചെടുക്കാൻ. എങ്കിൽ കൂടി മലയാളം ക്ലാസ് അത്രയും ഭംഗിയായി നടത്തുന്നുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. പിന്നെ നമ്മുടെ വനിതാ ദിനാഘോഷം ഗംഭീരമായിട്ട് നടത്തി. അതിൽ വനിതാ രത്നത്തെ, അത് KSUN വനിതാ രത്നം എന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുപോലെ ഫുഡ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തി, ഗംഭീരമായി നടത്തി. വളരെ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചു നമുക്ക്. മെഡിക്കൽ ക്യാമ്പ് 2 പ്രാവശ്യം നമ്മൾ നടത്തി. അതുപോലെ വയനാടിനായി അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 1,06,000 രൂപ നമ്മൾ നോർക്ക ഓഫീസർക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അത് നമ്മൾ കൈമാറുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ്
ഉൽവേ സമാജത്തിന് അത് ചെയ്യാനായിട്ട് സാധിച്ചത്. നന്ദി. പിന്നെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്, നമ്മൾ തലോജയിലുള്ള ഒരു സുഖമില്ലാത്ത അമ്മമാർ താമസിക്കുന്ന ജ്യോതിസ് കെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോവുകയുണ്ടായി. അതുപോലെ കാർഗറിലുള്ള ഗിരിജ വെൽഫെയർ അസോസിയേഷനിലും നമ്മൾ പോവുകയുണ്ടായി. അവിടുത്തെ അന്തേവാസികൾക്ക് തുണികളും അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമ്മുടെ സമാജം അംഗങ്ങൾ, വനിതാ വിഭാഗം അംഗങ്ങൾ ചേർന്ന് അവിടെ വിസിറ്റ് ചെയ്യുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും മണിക്കൂറുകൾ അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം ഉൽവയിലെ ഒരു മറാഠി സ്കൂളിൽ നമ്മൾ കുട്ടികൾക്ക് ബാഗ്, കുട, അല്ലെങ്കിൽ ബുക്സ്, അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ ഈ വർഷം നമുക്ക് നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളതും നമ്മുടെ ചാരിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നു. നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് ഉൽവേ സമാജത്തിൽ നിന്നൊരു പിക്നിക്ക് പോകുകയുണ്ടായി. വളരെ വലിയ അപ്രിസിയേഷനാണ് അത് കിട്ടിയത്. പങ്കെടുത്തവർ ഇനിയും പോകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ നമ്മുടെ സമയം എല്ലാ മാസവും നമ്മൾ ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അടുത്ത വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എങ്ങനെയായാലും അതും വളരെ വലിയ വിജയമായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ആയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ക്യാമ്പ്, 1 ഡേ ക്യാമ്പ് നടത്തി. അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും വന്ന ഒരു സാറായിരുന്നു ക്ലാസ് എടുത്തത്. കുട്ടികളെല്ലാവരും പാവകൾ ഉണ്ടാക്കാനും ആ പാവകൾ വെച്ചിട്ട് എങ്ങനെ നാടകം ചെയ്യാമെന്നും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് പരിശീലിക്കുകയുണ്ടായി. അതും ഏറെ അഭിമാനം നൽകുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ലൈബ്രറി തുടങ്ങാൻ കഴിഞ്ഞു. ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ ഉൽവേ സമാജത്തിലുള്ള ഒരു വ്യക്തിയെ നൽകുകയുണ്ടായി. ഉൽവേ സമാജത്തിലെ ഒരു ലൈബ്രറി തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ അംഗങ്ങളിൽ നിന്നുള്ളവർ പലയിടത്തും പല കലാമത്സരങ്ങളിലും പങ്കെടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കിട്ടുകയും അത് പത്രത്തിലും മറ്റുള്ള മീഡിയകളിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉൽവേ സമാജത്തിന് സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. എന്നും അംഗങ്ങൾ നൽകുന്ന സഹകരണമാണ് ഈ ഉൽവേ സമാജത്തിൻ്റെ കെട്ടുറപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും നമ്മളെ സഹായിക്കുന്നത്. എന്നും ഈ സമാജത്തിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട്, ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പലതും ഞാൻ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ മാസവും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇനിയും സമാജത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അംഗങ്ങളാവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം, അംഗത്വം എടുക്കണം. അതുപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ മരണം നടന്നിട്ട് അവർക്ക് നമ്മൾ പൈസ, അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് പൈസ നൽകുകയുണ്ടായി. അതുപോലെ മെഡിക്കൽ ആവശ്യങ്ങളുള്ളവർക്ക് പണം നൽകുന്നുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും ചാരിറ്റി ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സമാജത്തിൻ്റെ അംഗങ്ങളുടെ സഹകരണം മാത്രം കൊണ്ടാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഓണം ഗംഭീരമായി നമുക്ക് ആഘോഷിക്കാം. കുഞ്ഞുമക്കളും എല്ലാ വനിതകളും ചേട്ടന്മാരും എല്ലാവരും കാത്തിരിക്കുകയാണ് വീണ്ടും കലാപരിപാടികളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്താനായിട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി. താങ്ക് യു. ഇത്തരത്തിലുള്ള വേദികളിലാണ് ഒരുപക്ഷെ സമാജം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മളെല്ലാവരും അറിയുന്നുണ്ടെങ്കിലും അതെന്തൊക്കെയാണ് സമാജത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് സമാജത്തിൻ്റെ റുട്ടീനായി ദൈനംദിന കാര്യങ്ങൾ എന്നറിയാൻ ഉള്ള ഒരു വേദി കൂടിയായി ഇത് മാറുന്നു. അത് വളരെ കൃത്യമായി ഷൈജ ചേച്ചി പറഞ്ഞു. നിങ്ങളെല്ലാവരും അറിയുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാജത്തിലേക്ക് വീണ്ടും വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരിക. ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളാണ് മുന്നോട്ട് സമാജത്തോട് ചേർന്ന് പോകാനുള്ള പ്രചോദനമായി മാറുന്നത് എന്നുകൂടി ഈ വേദി തെളിയിക്കുന്ന ഒരുപാട് സന്തോഷം.
അടുത്തതായി 2023-24 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. നേരത്തെ തന്നെ അവർക്ക് മെസ്സേജ് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ പേര് വിളിക്കുന്ന ക്രമത്തിൽ ദയവായി വേദിയിൽ വന്ന് നിങ്ങളോടുള്ള സമാജത്തിൻ്റെ എളിയ ആദരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി ലീല ഭാസിയുടെ സ്മരണാർത്ഥം അവരുടെ മക്കൾ ശ്രീ ബിജു ഭാസി, ശ്രീ ബൈജു ഭാസി എന്നിവരാണ് സമാജത്തിനു വേണ്ടി ഈ അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിൽ ശ്രീ ബിജു ഭാസി അവർകളെ ഞാൻ ആദരപൂർവ്വം ഇത് കുട്ടികൾക്ക് നൽകാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം സമാജത്തിൻ്റെ ആദരണീയായ സെക്രട്ടറി ഷൈജ ബിജു, പക്ഷേ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കല്ല, ശ്രീ ബിജു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെയും സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനഘ സനിൽ നായറിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. SSC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അനഘ സനിൽ നായരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാജത്തിൻ്റെ എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതല്ലേ? നമ്മൾ അത്രയെങ്കിലും ചെയ്യേണ്ടതല്ലേ? മറ്റാരാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ശ്രേയ രമേശ് നായരെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഇരളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുകയാണ്. ആതിര സജീവൻ, നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ആതിരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 2023-24 അധ്യയന വർഷത്തിലെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് ഈ വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ ആദരിക്കപ്പെടുന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീമതി ഷൈജ ബിജു സംസാരിച്ചതിൽ വളരെ കൃത്യമായി മലയാളം മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. വളരെ സജീവമായി മലയാളം മിഷൻ ക്ലാസ്സുകൾ നടക്കുന്ന സമാജമാണ് കേരള സമാജം ഉൽവേനോട്. നമുക്കറിയാം, മലയാളം മിഷൻ്റെ ക്ലാസ്സുകൾ മിക്കവാറും എല്ലാ സമാജങ്ങളിലും വളരെ സുഗമമായി സുതാര്യമായി നടക്കുന്നത് വളരെ നിസ്വാർത്ഥമായി സമാജത്തിനു വേണ്ടി ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുള്ളതുകൊണ്ടാണ്. കേരള സമാജം ഉൽവേനോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്ദിയോടെ നമ്മൾ ആ അധ്യാപികമാരെ അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഒരു ആദരസൂചകമായി അവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ടോക്കൺ ഓഫ് ലവ് ഈ വേദിയിൽ വെച്ച് നൽകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ 6 ടീച്ചേഴ്സിന് 6 അധ്യാപകന്മാരെ ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമാജത്തിൻ്റെ എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി. അത് നൽകാൻ ഞാൻ ആദ്യം തന്നെ സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഷൈജ ബിജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി വിളിക്കാൻ ആഗ്രഹിക്കുന്നു മിനി അനിൽ പ്രകാശ്. മുംബൈയിൽ ജനിച്ചു വളർന്ന തലമുറയ്ക്ക് മാതൃഭാഷയുടെ ഇളനീർ മധുരം നൽകുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. അതുകൊണ്ട് എത്ര കയ്യടി നൽകിയാലും അത് കുറഞ്ഞു പോകില്ല. എത്ര സുന്ദരം എൻ്റെ മലയാളം എന്ന് കൊച്ചുകുട്ടികൾ പാട്ടുപാടിക്കൊണ്ട് ആരംഭിച്ച ഒരു ഓണാഘോഷമാണ് ഇന്നത്തേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപികമാരോട് എങ്ങനെ നന്ദി പറഞ്ഞു തീർക്കുമല്ലേ. അടുത്തത് നമ്മുടെ ഇന്നത്തെ മനോഹരമായ കലാ അവതരണങ്ങൾക്ക് അതിമനോഹരമായ ചുവടുകൾ ചിട്ടപ്പെടുത്തിയ ടീച്ചേഴ്സ്, ഗുരുക്കന്മാരെയാണ് ഈ വേദിയിൽ ആദരിക്കുന്നത്. ഞാൻ ആദ്യമായി വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു കലാമണ്ഡലം രാജലക്ഷ്മി. സമാജത്തിൻ്റെ ഒരു വലിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് കലാമണ്ഡലം
രാജലക്ഷ്മി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാജത്തിൻ്റെ ഒരു എളിയ ആദരം ഏറ്റുവാങ്ങാൻ കലാമണ്ഡലം രാജലക്ഷ്മിയെ ക്ഷണിക്കുന്നു. നൽകാൻ സെക്രട്ടറി ഷൈജ ബിജുവിനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നൃത്താധ്യാപിക കലാമണ്ഡലം ശ്രീലക്ഷ്മിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമാജത്തിൻ്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ കലാമണ്ഡലം ശ്രീലക്ഷ്മി. ഹൃദയം പൊന്നോണം 2024 ചാരുത ഇവരൊരുക്കിയ നൃത്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ശ്രീജിത്ത് മോഹനെ ആദരപൂർവ്വം വേദിയിലേക്ക് സമാജത്തിൻ്റെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ ശ്രീ പ്രതീക് ഭേങ്ക്രെ നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ട ജൂനിയർ സീനിയർ വിഭാഗത്തിൽ നടന്ന മനോഹരമായ 2 ഡാൻസ് പെർഫോമൻസസിന് ചുവടുകൾ ചിട്ടപ്പെടുത്തിയ പ്രതീക് ഭേങ്ക്രെ. വിപിൻ മുകുന്ദനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീജിത്ത് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് മോഹൻ മുംബൈയിലെ കലാസ്വാദകർക്ക് മുന്നിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത കലാകാരനാണ് ശ്രീജിത്ത്. വിപിൻ മുകുന്ദൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് നമ്മുടെ ഈ ഒരു ആദരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിപിൻ മുകുന്ദൻ സമാജത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. ആ ഉയർന്നു കേൾക്കുന്ന ശബ്ദം കേരള സമാജം ഉൽവേ നോഡിൻ്റെ യൂത്ത് വിങ്ങിൻ്റെതാണെന്ന് വിചാരിക്കുന്നു. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി യുവതയുടെ ശബ്ദം വളരെ ഉയർന്നു കേൾക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ എനർജിയോടുകൂടി ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുക. സമാജത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും വേദിയുടെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സമാജത്തിൻ്റെ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് വേദികരികിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള സമാജം ഉൽവേ നോഡ് എന്ന് പറയുന്നത് ഉൽവേ പ്രദേശത്തെ മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്തുന്ന സാംസ്കാരിക സംഘടനയാണ്. അതുപോലെ നമുക്കറിയാം നവി മുംബൈ മഹാനഗരത്തിൽ നിരവധി സാംസ്കാരിക സംഘടനകളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നത് വലിയൊരു മലയാളി കൂട്ടായ്മ എന്ന ഫ്രറ്റേണിറ്റിയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക സംഘടനകൾ പ്രാദേശികമായി ചുരുങ്ങുകയല്ല, മറിച്ച് മറ്റ് സഹോദര സംഘടനകളോടുകൂടി ചേർന്ന് വലിയൊരു വിഭാഗം മലയാളികളെ ഒന്നിച്ചു നിർത്തുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പ്രദേശത്തെ സാംസ്കാരിക സംഘടന തീർച്ചയായിട്ടും ഒരു സുഹൃത്താണ്, വഴികാട്ടിയാണ്, ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ട് സീവുഡ്സ് മലയാളി സമാജത്തിൻ്റെ ആദരണീയരായ സാരഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് കേരള സമാജം ഉൽവേ നോഡിൻ്റെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് ശ്രീ നന്ദകുമാർ, സെക്രട്ടറി ശ്രീ രാജീവ് നായർ എന്നിവരെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു ഔപചാരികത എന്നതിനപ്പുറത്തേക്കൊരു സാംസ്കാരികമായ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ നവി മുംബൈയിലെ എന്നല്ല, മുംബൈയിലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറ്റവും പ്രധാനമായി ജീവകാരുണ്യ രംഗത്ത് വളരെ സജീവമായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന, ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത വളരെ സുപരിചിതമായ മുഖമാണ് ശ്രീമതി ലൈജി വർഗീസിൻ്റേത്. ശ്രീമതി ലൈജി വർഗീസിനെ ആദരപൂർവ്വം കേരള സമാജം ഉൽവേ നോഡിൻ്റെ ഈ ഓണാഘോഷ വേദിയിലേക്ക് ഒരു ചെറിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ, ഒരു ചെറിയ പുഷ്പം, ഒരു സ്നേഹം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്.
NBCC നവി മുംബൈ കൾച്ചറൽ സെൻറ്ററിൻ്റെ പ്രതിനിധികളായി ഇവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി മിനി ചന്ദ്രബോസ്, മാനേജിംഗ് കമ്മിറ്റി അംഗം രത്ന ചന്ദ്രൻ എന്നിവർ നമ്മുടെ കൂടെയുണ്ട്. അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള സമാജം ഉൽവേനോടിൻ്റെ ഓഫീസ് ബെയറേഴ്സും എല്ലാ കമ്മിറ്റി അംഗങ്ങളും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും എത്രയും പെട്ടെന്ന് വേദിക്കരികിലേക്ക് എത്തിച്ചേരണമെന്ന് എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം നമുക്ക് കലാപരിപാടികളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നിരവധി മനോഹരമായ കലാവതരണങ്ങളാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രസിഡന്റ് പ്രതീഷ് സക്രിയ, വൈസ് പ്രസിഡന്റ് അലി മുഹമ്മദ്, സെക്രട്ടറി ഷൈജ ബിജു ഭാസി, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ PN മോഹനൻ, ട്രഷറർ ഹണി വെന്നിക്കൽ, ജോയിൻറ്റ് ട്രഷറർ സഞ്ജോയ് വർഗീസ്, കമ്മിറ്റി മെമ്പേഴ്സായ ദാസ് ഡേവിഡ്, വിനോദ് S നായർ, അനിൽ പ്രകാശ്, അജി വർഗീസ്, രമേശ് V നായർ, ബിനിൽ മത്തായ്, മോഹനൻ V, ആൻ്റണി മാത്യു, അശ്വതീഷ് ചന്ദ്രൻ, ശുഭ മോഹൻ, പ്രേം കുമാർ, സജി ജോൺ, KS ഉണ്ണിത്താൻ, മുകുന്ദൻ KV, CK ശേഖർ എന്നിവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാംസ്കാരിക പരിപാടികൾ അവസാനിപ്പിച്ച് കലാപരിപാടികളിലേക്ക് കിടക്കേണ്ടതുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് വേദിയിലെത്തണം. ഇത് സാംസ്കാരിക പരിപാടിയുടെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ഇനി കലാപരിപാടികളാണ് വേദിയിൽ. ശ്രീമതി ഷൈജ ബിജു തുടക്കത്തിൽ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നാൾവഴികളിലൂടെ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രതിമാസം എല്ലാ മാസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു പരിപാടി സമാജം നടത്തുന്നു. സമാജം സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെടുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നു. നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോഴും വയനാടൊരു വിങ്ങലായി മനസ്സിലുണ്ട്. വയനാടിന് ഒരു കൈത്താങ്ങായി നിലകൊള്ളുന്നു. അങ്ങനെ ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കണമോ ആ നിലയിലൊക്കെ വളരെ സജീവമായി സക്രിയമായി ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമാജമാണ്. അത് സുസാധ്യമാക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കുക എന്നുള്ളത് കൂടി ഒരു സാംസ്കാരികമായ ഉത്തരവാദിത്തമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരുടെയും ആദരവും സ്നേഹവുമാണ് ഈ കമ്മിറ്റി മെമ്പേഴ്സ് ഇന്നിവിടെ ഏറ്റുവാങ്ങുന്നത്. അവർക്ക് ഒരു മൊമെൻറ്റോ നൽകി ഈ വേദിയിൽ ആദരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു കയ്യടി അവരർഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നൽകാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കൊച്ചു കുട്ടികളെയാണ്. മോളെ മുന്നോട്ട് വരും. കാരണം ഇന്നത്തെ ഈ പതാക ഏൽപ്പിച്ചു പോകേണ്ടത് പുതിയ തലമുറയിലേക്കാണ് എന്നുറച്ച ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് മൊമെൻറ്റോ നൽകുന്നത് കുട്ടികളാണ്. നിങ്ങളുടെ നിലക്കാത്ത കയ്യടികളോടുകൂടി നമുക്ക് ഈ ഓഫീസ് ബെയറേഴ്സിന് ഓരോ മൊമെൻറ്റോ നൽകി നമുക്ക് അവരെ ആദരിക്കാം. മോളെ കൊടുത്തോളൂ, കൊടുത്തോളൂ, അവിടെ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു, ഒരാൾ കൊടുത്തു. അടുത്തത് വാങ്ങിക്കും, കൊടുക്കും മോളെ, അടുത്താ കൊടുക്കും, കൊടുക്ക് കൊടുക്ക്, നിങ്ങൾ നിൽക്കണ്ട. അടുത്തത് വാങ്ങിക്കും. സമാജത്തിൻ്റെ സംഘടനാ ശരീരത്തെ വളരെ സചേതനമായി നിലനിർത്തുന്ന ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഒരുപക്ഷെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പോലും ഒരുപാട് പേരുടെ നിരന്തരമായ അർപ്പണബോധത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള ഒരു ചെറിയ സ്നേഹം, ഒരു തിരിച്ചു നൽകലാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നൽകുന്നത് കുട്ടികളാണ്. മൊമെൻറ്റോ വാങ്ങിയവരെല്ലാവരും ഒന്ന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ, ഒന്ന് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമുക്ക് വേദിയിൽ കലാപരിപാടികൾ പുനരാരംഭിക്കാം. നല്ലൊരു കയ്യടി കേരള സമാജം ഉൽവേനോടിന്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ, സഹകരണങ്ങൾ, സ്നേഹവുമൊക്കെയാണ് സമാജത്തെ മുന്നോട്ട് നയിക്കുന്ന ഊർജം. ഒരുപാട് നന്ദി.
നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളിലെ പ്രൈം സ്പോൺസർ എന്ന് പറയുന്നത് നികിത ജ്വല്ലേഴ്സാണ്. കാൽനൂറ്റാണ്ടിലധികമായി വാശിയിലും ഇപ്പോൾ ഏകദേശം 1 മാസത്തിനുള്ളിൽ ഉൽവയിലും ഒരു പുതിയ ബ്രാഞ്ച് നികിത ജ്വല്ലേഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. നികിത ജ്വല്ലേഴ്സ് ഒരുക്കുന്ന ഒരു ലക്കി ഡ്രോ ഈ വേദിയുടെ പുറകിൽ അവരുടെ കൗണ്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം, അതിൽ കൂപ്പൺ നിക്ഷേപിക്കണം. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി എന്ന് നമുക്ക് ഇന്നത്തെ കലാ അവതരണങ്ങളുടെ ഒടുക്കം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ലക്കി ഡ്രോയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഇവിടെ ഈ കമ്മിറ്റി മെമ്പേഴ്സിന് ആദരസൂചകമായി നൽകിയ മൊമെൻറ്റോസ് സ്പോൺസർ ചെയ്തത് പ്രാറ്റ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ്. 5 സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രാറ്റ്സ്. അതുപോലെ നിങ്ങൾക്കറിയാം, കമ്മിറ്റി മെമ്പേഴ്സൊക്കെ നല്ല ചുവന്ന ഷർട്ടിൽ ഇങ്ങനെ ചുവന്ന് തുടുത്ത് നിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരേ വേഷത്തിൽ അവർക്കുള്ള കോസ്റ്റ്യൂം കേർട്ടസി, അവരുടെ വേഷം സ്പോൺസർ ചെയ്തത് റിമോട്ട് ആക്സസ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെയും അതുമാത്രമല്ല സമാജത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കെന്നും അഭ്യുദയകാംക്ഷികളായി കൂടെ നിന്ന സമാജത്തിൻ്റെ സ്പോൺസേഴ്സ് എസ്കോൺ എലിവേറ്റേഴ്സ്, SM ഹൈടെക് ഡെവലപ്പേഴ്സ്, രവി ഗുപ്ത LIC, നൃത്യതി സ്കൂൾ ഓഫ് ഡാൻസ്, ക്രസ്റ്റ് പാക്കേജിംഗ്, ഇവരോടുള്ള അഗൈതവമായ നന്ദി, പ്രത്യേകിച്ചും നികിത ജ്വല്ലേഴ്സിനോടുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ സമാജം രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഫുഡ് കൂപ്പൺ, മെമ്പർഷിപ്പ് ഫോംസ്, സമാജത്തിൻ്റെ ID കാർഡ് എന്നിവ ഈ വേദിക്ക് പുറകിൽ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടറിൽ ലഭ്യമാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്, നെരൂൾ സീവുഡ്സ് ബേലാപ്പൂരിൽ നിന്നും ഉരൻ വരെ നീട്ടിയിട്ടുള്ള റെയിൽവേ ലൈനിൽ തീവണ്ടിയുടെ സമയം ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന നിവേദനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും ഒപ്പ് വളരെ വിലയേറിയതാണ്. ആ ഒപ്പ് ശേഖരത്തിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അവസരത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി കലാപരിപാടികളിലേക്ക് വേദി വിട്ടുകൊടുക്കാം. ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങളുള്ള ഒരു ആഘോഷമാണ് ഓണം. മഹാബലിയുടെ വിഭവസമൃദ്ധമായ ഓണസദ്യ, ഓണക്കളികൾ, അതിലൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചേരുവയാണ് മലയാളികളുടെ, കേരളത്തിൻ്റെ തനതായ സംഘനൃത്തം, മലയാളി മംഗമാരുടെ കൈകൊട്ടിക്കളി. ഒരുപക്ഷെ തിരുവാതിരയില്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. തിരുവാതിരയുണ്ട്. അടുത്തതായി വേദിയിൽ തിരുവാതിരയാണ്. വേദിയിലേക്ക് എത്തുന്ന മലയാളി മംഗമാർ ദയാ മനോമോഹൻ, ദീപ നമ്പ്യാർ, ജ്യോതി മേനോൻ, രജിത ഷാജി, രമ ശ്രീകുമാർ, രമ്യ നമ്പ്യാർ, വിനിത രഞ്ജിത്ത്, മിനി അനിൽ പ്രകാശ്. നല്ലൊരു കയ്യടിയോടുകൂടി തിരുവാതിരയ്ക്കായി മലയാളി മംഗമാരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങളെ എന്നും തുണച്ചി
ചില നത്രദേവാദികൾ പുഷ്പവൃഷ്ടി സമാജത്തിൻ്റെ തിരുവാതിര ക്ലാസ് നടക്കുന്നുണ്ട്. ഗുരു ശ്രീമതി കലാമണ്ഡലം രാജലക്ഷ്മിയുടെ ശിക്ഷണത്തിൽ സമാജത്തിൽ നടക്കുന്ന തിരുവാതിര ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മനോഹരമായ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കയ്യടി അവർക്ക് നൽകാം. അടുത്ത പരിപാടിയിലേക്ക് അടുത്തത് ഒരു സംഘഗാനമാണ്. നമ്മൾ തുടക്കത്തിൽ നടന്നതുപോലെ മനോഹരമായ കേരളത്തിൻ്റെ ഓണത്തിൻ്റെ എല്ലാം സൗന്ദര്യമുള്ള ഒരുപാട് പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായൊരു സംഘഗാനം. അതിനു മുമ്പ് 1-2 അറിയിപ്പുകളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് രാംഷേദ് താക്കൂർ ഇൻ്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സിലാണ്. ഈ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ എല്ലാ ആമിനിറ്റീസും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 5000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമ്മുടെ എല്ലാ കേരള സമാജം ഉൽവേനോടിൻ്റെ അതിഥികൾക്കും അവരൊരു കൂപ്പൺ ഈ വേദിക്ക് പുറകിലുള്ളൊരു കൗണ്ടറിൽ വെച്ച് നൽകുന്നുണ്ട്. ആ കൂപ്പൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി ഒരു ദിവസം രാംഷേദ് താക്കൂർ ഇൻ്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സിലെ എല്ലാ ആമിനിറ്റീസും ഉപയോഗിക്കാൻ സാധിക്കും. തികച്ചും സൗജന്യമായി ഏകദേശം 5000 രൂപയോളം വില വരുന്ന കൂപ്പണാണ് നമുക്ക് വേണ്ടി ഇവർ ഫ്രീ ആയി സൗജന്യമായി നൽകുന്നത്. വേണ്ട വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുക എന്നറിയിക്കുകയാണ്. മറ്റൊന്ന്, വിഭവസമൃദ്ധമായ ഓണസദ്യ തയ്യാറാണ്. പ്രായമുള്ളവർ, എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് ഉള്ളവർ ആദ്യം
പോയി ഭക്ഷണം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. കലാപരിപാടികൾ ഈ വേദിയിൽ അനുസ്യൂതം തുടരും. അതുകൊണ്ട് അതും കൂടി ഒന്ന് അറിയിക്കുകയാണ്. ഭക്ഷണം തയ്യാറാണ്. അടുത്തതായി ഈ വേദിയിൽ റെയിൽവേ തീവണ്ടിയുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിവേദനത്തിൽ എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും ഒപ്പിട്ട് അതിൽ പങ്കെടുക്കണം, പങ്കാളികളാകണം എന്നൊരിക്കൽ കൂടി വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഉൽവേ നിവാസികൾ, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഉൽവേ നിവാസികൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ 2 സ്റ്റേഷൻ ഉള്ള സമയം മുതലുള്ള റെയിൽവേ ഫ്രീക്വൻസി തന്നെയാണ് ഇപ്പോൾ അത് ഉടൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷവും ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി കേരള സമാജം ഉൽവേ നോഡ് എടുക്കുന്ന ഒരു പ്രവർത്തനമാണിത്. എല്ലാവരും സജീവമായി അതിൽ പങ്കെടുക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മനോഹരമായ ഓണപ്പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘഗാനം. ഗായകരെ നമുക്ക് നല്ലൊരു കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോണി, രാമകൃഷ്ണൻ, ഗിരിജ സഞ്ജു, സീമന്തിനി ശ്രീജിത്ത്, രേവതി, സാൻഡ്ര, സഞ്ജു, ശ്രീധരൻ. നമുക്ക് ആസ്വദിക്കാം. ചുണ്ടിൽ മലരോണപ്പാട്ട്
തിത്തിത്താരാതേ വരവേൽക്കാനാണു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓടിത്തിത്താരാതിത്തൈ ദിത്തൈ നഗരേന്തോ തിത്തിത്താരാതിത്തൈ ദിത്തൈ നഗരേന്തോ കായലിന് ചാഞ്ചാട്ടം തങ്കമണി ചുണ്ടലിന് മയിലാട്ടം വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം തങ്കമണി ചുണ്ടലിന് മയിലാട്ടം Thank you. Thank you. ഉൽവയിൽ ഒരുപാട് ഗായകരുണ്ട്. എല്ലാ ഗായകരും ചേർന്ന് എല്ലാ മാസത്തെയും രണ്ടാമത്തെ ഞായറാഴ്ച സെക്കൻഡ് സൺഡേ ഓഫ് എവ്രി മന്ത് പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്നൊരു പ്രോഗ്രാം സമാജത്തിൻ്റെ ഓഫീസിൽ വെച്ച് നടത്താറുമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ആസ്വദിക്കുന്ന, പാട്ട് പാടാൻ താല്പര്യമുള്ള എല്ലാവരെയും സമാജം ഓഫീസിലേക്ക്, കേരള സമാജം ഉൽവേനോടിൻ്റെ ഓഫീസിലേക്ക് എല്ലാ മാസത്തെയും രണ്ടാമത്തെ ഞായറാഴ്ച വൈകുന്നേരം സദയം ക്ഷണിക്കുകയാണ്. നിങ്ങളും പാട്ടിൻ്റെ പാലാഴിയിൽ പങ്കാളികളാകണം. സമാജത്തിൻ്റെ പ്രതിമാസ പരിപാടികളിൽ ഒന്നുകൂടിയാണ് പാട്ടിൻ്റെ പാലാഴി. നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിക്ക്, അതായത് ഹൃദയം പൊന്നോണം 2024 ക്ഷണം സ്വീകരിച്ച്, സമാജത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം ശ്രീ രമേശ് കലമ്പോലി, രമേശ് ജിയെ ആദരപൂർവ്വം വേദിയിലേക്ക് സമാജത്തിൻ്റെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. അത് നൽകാൻ സമാജത്തിൻ്റെ ആദരണീയ സെക്രട്ടറി ശ്രീമതി ഷൈജ ബിജുവിനെയും ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു സർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന്. ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ എ കുറുപ്പ് സർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാട്ടക്കട, അദ്ദേഹവും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സമാജം ഉൽവേനോടിൻ്റെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന്. ഐ റിക്വസ്റ്റ് സെക്രട്ടറി ഷൈജ ബിജു ടു കൈൻഡ്ലി ഡു ദ ഹോണർ. ശ്രീ പ്രകാശ് കാട്ടക്കട, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ ആദരണീയനായ സെക്രട്ടറി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൊടുക്കും. സമാജം പ്രസിഡന്റ് പ്രതീഷ് സക്കറിയ, ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ കുറുപ്പ് അവർക്കൊരു സ്നേഹോപഹാരം നൽകുകയാണ്. അതുപോലെ ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ കെ ടി നായർ സാറും ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന്. I request Pradesh to kindly do the honor. ദ്രോണഗിരി മലയാളി കൂട്ടായ്മയുടെ പ്രതിനിധിയായി ശ്രീ രഘു രാഘവൻ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ. ും
കിലലോ പുള്ളറങ്ങുമോ കില്ലലോ പുള്ളറങ്ങുമോ കിലലോ പുള്ളറങ്ങുമോ കിലലോ പുള്ളറങ്ങുമോ കിലലോ പുള്ളറങ്ങുമോ കിലലോ പുള്ളറങ്ങുമോ കിലലോ പുള്ളറങ്ങുമോ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാത്തൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിനി തിമൃതൈ రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గచ్చ కడితే నిద్రపోదు నిండు రాత్రి సోకులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల మల్లె పందిరి రచ్చరాజు గుండె రూపిని నీ పంక చూస్తే గుండెలోన డీరి డిరిడిరి నడుములోన తూటాలెట్టి తూపాకి పెంచినావే తింగని చిట్టి మగ జాతి నట్ట మడత పెట్టి ఆ కుర్చీని మార్చా పెట్టి രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാൻ തുറസി ഷളൈ
ആവേശത്തിന് ശേഷം രംഗണ്ണനും ഇല്ലുമിനാറ്റും ഇല്ലാത്ത ഒരു ഡാൻസ് പെർഫോമൻസസും ഇല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കയ്യടി. അത്രയും എനർജറ്റിക് ആയിരുന്നു ആ പെർഫോമൻസ്. ഭക്ഷണം റെഡിയാണ്. മെമ്പർഷിപ്പ് ഫോം, ഫുഡ് കൂപ്പൺ, സമാജത്തിൻ്റെ ID കാർഡ് എന്നിവ പുറകിലുള്ള കൗണ്ടറിൽ റെഡിയാണ്. സമാജിൻ്റെ കൗണ്ടറിൽ റെഡിയാണ്. വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ രാംഷേ ഠാക്കൂർ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഒരു കൗണ്ടറും പുറകിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ആമ്നിറ്റീസും ഒരു ദിവസം വളരെ സൗജന്യമായി ഉപയോഗിക്കാനുള്ള കൂപ്പൺ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. നികിത ജ്വല്ലേഴ്സ് ഒരുക്കുന്ന ഒരു ലക്കി ഡ്രോ അവരുടെ കൗണ്ടറിൽ ലഭ്യമാണ്. അതിലും പങ്കാളികളാവാൻ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റെയിൽവേ നിവേദനവുമായി ബന്ധപ്പെട്ട ഒപ്പുശേഖരണത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.